സൂപ്പർ കൺമണിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയോട് ശ്രീനിവാസൻ, മോൾ എന്തിനാ വരുണിൻ്റെ വീട്ടുകാർക്ക് സ്വർണം മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, ഞാൻ ആദ്യം കണ്ട വരുണിൻ്റെ രീതികളൊന്നും അല്ല ഇപ്പം കാണുന്നതെന്ന് പറയുന്നുണ്ട് കൺമണി. വരുണിനെ എന്നെ ഭാര്യയാക്കാനല്ല അടിമയാക്കാനാണ് ആഗ്രഹം എന്ന് തോന്നുന്നു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരുമിച്ച് കഴിയേണ്ടവരാണ് ആദ്യം വേണ്ടത് വിശ്വാസമല്ലേ എന്നും ചോദിക്കുന്നുണ്ട് കൺമണി. അത് തന്നെയാണോ സ്വർണം മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് ശ്രീനി ചോദിക്കുമ്പോൾ, അതെ അച്ഛാ, അച്ഛൻ എന്തിനു സംശയിക്കുന്നതെന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കൺമണി. എനിക്ക് തോന്നുന്നു അതിനപ്പുറം മറ്റെന്തൊക്കെയോ നിൻ്റെ മനസ്സിലുണ്ടെന്ന് ഇതേ സമയം ശ്രീനിവാസൻ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ എന്തുണ്ടെന്ന് അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും പറയുന്നുണ്ട് കേട്ടോ കൺമണി. ഞാൻ കുറച്ചു നേരത്തെ അമ്പലത്തിൽ വന്നിരുന്നു, മോളവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ, അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛ, അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി. വേണ്ട മോളെ, പറയണ്ട. പറയാതെ തന്നെ അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛനല്ലേ ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീനിവാസൻ. മോളെ, എത്താത്ത കൊമ്പ് പിടിക്കാൻ നോക്കരുത്. അതുമല്ല, തിളക്കമുള്ളതിൻ്റെ പിറകെ പോകരുത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ വേണം ജീവിതത്തോട് ചേർത്ത് നിർത്താൻ എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ, അച്ഛൻ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. എന്തോ കണ്ടെന്ന് വെച്ച് അച്ഛനതിൽ അച്ഛൻ്റേതായ അർത്ഥങ്ങൾ കൊടുക്കരുതെന്നും കൺമണി പറയുന്നുണ്ട്. ഇതേ സമയം മനോജ് വന്നിട്ട്, എന്താ രണ്ടുപേരും കൂടി വിഷമിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, വിഷമോ? എന്ത് വിഷമം? ഞങ്ങൾ അച്ഛനും മോളും വെറുതെ സംസാരിച്ചിരുന്നു, അത്രയുള്ളൂ എന്ന് പറയുന്നുണ്ട് ശ്രീനിവാസൻ. നീ അലികയിൽ രാജിക്കത്ത് കൊടുത്തോ എന്ന് കൺമണിയോടായിട്ട് മനോജ് ചോദിക്കുമ്പോൾ, ഇല്ലേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി. എന്തായാലും ഇന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് മനോജ്. അത് ഞാൻ MDയുടെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിരുന്നു. സാഗർ സാറിൻ്റെ ഇളയ മകൾ കൃപ അവളത് കണ്ടു. സ്വാതന്ത്ര്യത്തോടെ അവളത് കീറിക്കളഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ കൺമണി മനോജിനോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പോയി വൈകിട്ട് വീട്ടിൽ ചെന്ന് കൃപയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് കരുതിയതാണ്. അതിനിടയിൽ കൃപയ്ക്ക് ഒരു അപകടം പറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി. കൃപ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് രാജിക്കത്തിൻ്റെ കാര്യം പറയുക എന്നും ചോദിച്ചു പോവാണ് കേട്ടോ കൺമണി മനോജിനോട്. എല്ലാം കൂടി എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല, ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുകയാണെന്നും കൺമണി പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മനോജാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ICUവിന് മുൻപിൽ കൃഷ് നിൽക്കുകയാണ്. ഇതേ സമയം ആൻറ്റിയമ്മ വന്നിട്ട് എന്തെങ്കിലും പോയി കഴിക്കാനും റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കാനും ഒക്കെ കൃഷ്ണനോടായിട്ട് പറയുന്നുണ്ടെങ്കിലും കൃഷ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. കൺമണി വന്നിട്ട് ഒന്നും പറയാതെ പോയല്ലോ എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ, വരുൺ വന്ന് അവളെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് കൃഷ്. അമ്പലത്തിൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൺമണി ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ കൃഷ്. ഇതേ സമയം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം മഹി വരുന്നുണ്ട് അവിടേക്ക്. നീ പോയിട്ട് എന്താ എന്ന് കൃഷ് മഹിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനും പോലീസുകാരും ചേർന്ന് ആ പ്രദേശത്തെ എല്ലാ CCTVയും ചെക്ക് ചെയ്തു. 1-2 പരിചയക്കാരെയും കൂട്ടി കടകളിലും 1-2 സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി. എന്നിട്ട് വിഷ്വൽസ് കിട്ടിയോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ, ഇല്ല, ആ ഏരിയയിൽ CCTV ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. എന്താ ഇപ്പോൾ പെട്ടെന്നൊക്കെ ഡൗൺ ആകാൻ കാരണമെന്നും സാഗർ ഇത് കേട്ട് ചോദിച്ചു പോവാണ്. അതാ മനസ്സിലാക്കാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നെ ആക്സിഡൻറ്റ് പറ്റിയത് 1-2 പേർ കണ്ടിരുന്നു. കൃപ സംസാരിച്ച് റോഡ് ക്രോസ് ചെയ്തു എന്നാണ് അവർ പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയി. തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണെന്നാണ് പോലീസ് പറയുന്നത്. അവരത് തപ്പുന്നുണ്ട്. പോലീസ് പറയുന്നത് ഫോണിൽ സംസാരിച്ച് അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ സംഭവിച്ച അപകടമാണെന്നൊക്കെ മഹി പറയുന്നുണ്ട് സാഗറിനോടായിട്ട്. സാഗറും ആൻറ്റിയമ്മയും അവിടെ നിന്നും പോയി കഴിയുന്നതും കൃപയ്ക്ക് വല്ല ലവ് അഫെയറോ മറ്റോ എന്ന് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹി. എൻ്റെ അറിവിൽ ഒന്നുമില്ലെന്ന് തന്നെ കൃഷ് പറയുന്നുണ്ട്. ഇത് വെറും ഒരു അപകടമായിട്ട് കരുതണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് ആ കൃപയെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് ബലരാമൻ ക്യാഷ് കൊടുക്കുകയാണ്. ഇത് കൂടുതലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാഷ് കണ്ടിട്ട് കില്ലർ പറയുന്നുണ്ട്. ഇപ്പോൾ തെറ്റിയതാകും സാർ എന്ന് പറയുമ്പോൾ തെറ്റിയതൊന്നുമല്ല എന്നും മനഃപൂർവ്വം വെച്ചതാണെന്നും ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്നവരോട് ഞാൻ അങ്ങനെയാണ്, ലോപ്പസ് പറഞ്ഞതിലും കൂടുതലേ കൊടുക്കൂ എന്നൊക്കെ ബലരാമൻ പറയുന്നുണ്ട്. അങ്ങനെ ലോപ്പസിനെ താങ്ക് യു ലോപ്പസ് എന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ബലരാമൻ. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ തല്ലരുതെന്ന് പറഞ്ഞിട്ട് സ്നേഹം കൂടിയിട്ട് ഇങ്ങനെ കണ്ടമാനം കാശ് എറിഞ്ഞു കളിക്കരുതെന്നൊക്കെ ക്ലീറ്റസ് പറയുന്നുണ്ട് കേട്ടോ ബലരാമനോട്. ലോപ്പസിനെ പോലെ ഒരാൾക്ക് എത്ര കൊടുത്താലും മതിയാകില്ല. ആ ഏരിയയിൽ CCTV ഒക്കെ തകരാറിൽ ആക്കുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ലെന്നൊക്കെ ബലരാമൻ പറയുന്നുണ്ട്. ആ ജോലി അയാൾ വൃത്തിയായിട്ട് ചെയ്തു എന്നും ബലരാമൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലികയിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയോട് നമ്മൾ പ്രത്യേകം നന്ദി പറയണ്ടേ എന്ന് ക്ലിയൻ പറയുമ്പോൾ, അത് വെറും ഒരു നന്ദി പറച്ചിലിൽ ഒതുക്കിയാൽ ശരിയാവില്ല.
എല്ലാം കഴിയട്ടെ, പിന്നീട് അവൾ ചോദിക്കുന്നതെന്തും അതിൻ്റെ ഇരട്ടി നമ്മൾ കൊടുക്കുമെന്നും ബലരാമൻ പറയുന്നുണ്ട്. അവളുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകണമെന്ന് ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ബലരാമൻ. ഇതേസമയം മാനസ വരികയാണ് കേട്ടോ. ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്ന് കൃപയ്ക്ക് എന്ത് പറ്റി ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട് മാനസ. ഇത് കേട്ട് സുജാതയാണെങ്കിൽ പൊട്ടിക്കരയാണ് കേട്ടോ. ശേഷം തളർന്നു നിൽക്കുന്ന കൃഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ കൃപയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സ് ചോദിക്കുമ്പോൾ ആക്സിഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട് കൃഷ്. എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ കൃപ എന്ന് മനസ്സ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല മനസ്സ എന്ന് പറയുന്നുണ്ട് കൃഷ്. ഓക്കെ ഡോക്ടർ എന്ത് പറഞ്ഞു, ക്രിട്ടിക്കലാണോ എന്ന് മനസ്സ് ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ വയ്യ, മനസ്സ് ഡോക്ടറോട് ചോദിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ കൃഷ്. സോറി, ഞാൻ അറിയാതെ ഓരോന്ന് ചോദിച്ചു പോകുന്നതാണെന്ന് പറയുന്നുണ്ട് മാനസ. പിന്നീട് ആൻറ്റിയമ്മ മാനസയോട് കീ കാണിച്ചിട്ട് നീ വരുന്ന വഴിയല്ലേ, ഇവിടെ റൂമുണ്ട്, പോയി ഫ്രഷ് ആയിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ ഇത് കേട്ടിട്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയി ഫ്രഷ് ആയിക്കോളാം എന്നും പറയുന്നു. ശേഷം സാഗറും സുജയും ആൻറ്റിയമ്മയും വീട്ടിലേക്ക് പോയിക്കോളാനും ഞാനും കൃഷും ഇവിടെ നിൽക്കാനും പറയുമ്പോൾ ഞാൻ പോവില്ല സാഗർ, എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുജ. ആൻറ്റിയമ്മയും കൃഷ്ണനോട് മാനസയ്ക്കൊപ്പം വീട്ടിൽ പോകാനും കുറച്ച് വിശ്രമിക്കാനും ഒക്കെ പറയുന്നുണ്ട്. മാനസയാണെങ്കിൽ അതിന് തയ്യാറായി കൃഷ്ണനെ വിളിക്കുകയാണ്. പക്ഷേ കൃഷ് പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ. ആൻറ്റിയമ്മ വന്ന് വീണ്ടും നിർബന്ധിക്കുമ്പോൾ മനസ്സ് വീണ്ടും കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂടായി കൊണ്ട് ഒന്ന് പോകുന്നുണ്ടോ, ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്, എന്നെ വെറുതെ വിടാൻ. ഞാൻ എപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നും വിശ്രമിക്കണമെന്നും ഞാൻ തീരുമാനിക്കും. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോൾ കെട്ടിയിടുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് മാനസയുടെ നേരെ ചൂടാവുന്നുണ്ട് കേട്ടോ കൃഷ്. ഇത് കേട്ട് മാനസ കരയാണ്. മാനസയെ സുജ കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ ഞാൻ എല്ലാവരോടായിട്ട് പറയാം, എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. ഇത് കേട്ട് ഒരു സിസ്റ്റർ ICU തുറന്നിട്ട് എന്താ ഇവിടെ ഒച്ചയും ബഹളവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നതും നല്ല അപ്പ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗോകുല്. പക്ഷേ അപ്പ എന്തായാലും അപ്പ ആ താലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഗോകുല് പറയുമ്പോൾ ഞാനൊരു തീരുമാനം എടുക്കും ഗോകുലെന്ന് കൺമണിയും പറയുന്നുണ്ട്. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ കൃഷി സാർ ഒന്നും പറഞ്ഞില്ലേ, സത്യം പറയണമെന്ന് ഗോകുല് പറയുമ്പോൾ അവിടെ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തു പോവാണ് കേട്ടോ കൺമണി. ഇതേ സമയം ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ ഒരുപാട് കരഞ്ഞു, കൃപയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കൺമണി. ഇതേ സമയം കാറ് വരുമ്പോൾ അച്ഛ വണ്ടി വന്നു എന്ന് ഗോകുല് അകത്തേക്ക് നോക്കി പറയുന്നതും മനോജ് പുറത്തേക്ക് വന്ന് പോട്ടെ മോനെ എന്ന് ഗോകുലിനോട് പറയുന്നുണ്ട്. തുടർന്ന് അലികയിൽ രാജിവെക്കുന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല, നീ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് മനോജ് പോവാണ് കേട്ടോ. ഇതേ സമയം കൺമണിയാണെങ്കിൽ ഒരു കാഴ്ച കണ്ട് ഞെട്ടാണ്. അത് വേറൊന്നുമല്ല, മനോജിൻ്റെ ഡ്രൈവറായിട്ട് വന്നിരിക്കുന്നത് ആ കില്ലറാണ് കേട്ടോ. കാറ് പോയ വഴി നോക്കി നിൽക്കുന്ന കൺമണിയോട് എന്താ അപ്പം എന്തിനാ കാറ് നോക്കുന്നതെന്ന് ഗൂഗിൾ ചോദിക്കുന്നതും ഒന്നുമില്ലടാ, നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ, പോയേന്ന് പറഞ്ഞ് കൺമണി ഗൂഗിളിനെ അവിടെ നിന്നും പറഞ്ഞു വിടാണ്. ശേഷം കൺമണി വേഗം പോയിട്ട് താൻ വരച്ച ആ കില്ലറുടെ പടം എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അന്ന് റോഡിലുണ്ടായ സംഭവത്തിലും അയാൾ പറഞ്ഞ ഡയലോഗിനും അനുസരിച്ചാണല്ലോ കൺമണി പ്രകോപിതയായതും അയാളെ അടിച്ചതും. അപ്പോൾ അതും ഓർത്തു പോകുന്നുണ്ട് കൺമണി. അങ്ങനെ ഡ്രൈവറായിട്ട് ഇപ്പോൾ വന്നതും കൃഷ്ണനെ കുത്താൻ വന്ന ആളും ഇത് തന്നെയാണ് എന്നും കൺമണി ഉറപ്പിക്കുന്നു. അന്ന് ഓർമ്മയിൽ വരച്ച രൂപം ഇന്ന് മനോജേട്ടനെ വിളിക്കാൻ വന്ന ഡ്രൈവറുടെ തന്നെയാണെന്നും കൺമണി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ നോക്കുകയാണ് കൺമണി ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണിയുടെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്